ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. പ്രതീഷ് ചുണ്ടയ്ക്ക് നൽകിയ വാക്കുപാലിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. വയലായി അംഗൻവാടിയിലേക്കുള്ള റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫോട്ടോഗ്രാഫറും പൊതുപ്രവർത്തകനുമായിരുന്ന അന്തരിച്ച പ്രതീഷ് ചുണ്ട പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു. ഭരണസമിതി റോഡ് നവീകരിക്കാമെന്ന ഉറപ്പ് പ്രതീഷ് നൽകിയിരുന്നു. ഈ ഉറപ്പാണ് ഇപ്പോൾ നടപ്പിലായത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരണം നടത്തിയത്. അംഗൻവാടി ടീച്ചർ പുഷ്പവല്ലി സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ജോയ്സി ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്ത് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി, വാർഡ് കൺവീനർ ബാലേന്ദ്രൻ മാഷ്, അയൽക്കൂട്ട കൺവീനർ ജോയി നൂറമാക്കൽ, ഷിബു KP എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു. സുഭദ്ര MP നന്ദി രേഖപ്പെടുത്തി. മക്കാടൻ റോഡ് ചെയ്തു 23 കോടി രൂപ മുടക്കി നമ്മുടെ മഞ്ഞക്കാട് തൊട്ട് മുതുവം വരെ പൂർത്തിയാക്കിയ മക്കാടൻ റോഡ് ഇതുവരെ ഉദ്ഘാടനം ചെയ്തില്ല. അതായത് ഈ ഭരണസമിതി ഞങ്ങളെല്ലാവരും ഈ കാട്ടാന കരിമ്പിൻ തോട്ടത്തിൽ കയറി സകല കാര്യങ്ങൾ ചെയ്യുന്നതിന് പിടിക്കൊന്നുമില്ല. ഇപ്പം മെമ്പറോട് ചോദിച്ചു, മെമ്പറെ എന്റെ വാർഡിലെ റോഡുകളൊക്കെ പൊളിച്ച് രഹസ്യമായിട്ട് പറഞ്ഞ ഒന്നും പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ എന്നാലും പറയുകയാണ്. അപ്പം എന്റെ പൊളിഞ്ഞ റോഡാണ്, കുറച്ച് ഫണ്ട് തരുമോ? ജയിച്ചു വന്നത് ഏത് പക്ഷത്താണെന്നറിയാലോ. ഞാൻ വേറെ പക്ഷം, ആ പക്ഷമായിട്ട് അടുക്കാൻ ഒരു വഴിയില്ല. മറ്റു ചില കാര്യത്തിൽ അടുക്കും, ജീവിതത്തിൽ അടുക്കാൻ വഴിയില്ല. അത് വേറെ പക്ഷം അവൻ പറഞ്ഞു പൊളിഞ്ഞ പോയ റോഡാണ്, കുറച്ച് ഫണ്ട് തരുമോ? അപ്പം പറഞ്ഞു തരാം മെമ്പറെ. ഒറ്റ വാക്കിലാണ് അടുത്ത പൊളിഞ്ഞ റോഡിനൊക്കെ കൊടുക്കാൻ ഫണ്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ടാർ ചെയ്ത ഫണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമതി കേട്ടോ, എന്നെ കുടുക്കിയതാണ്. അപ്പൊ എനിക്ക് എന്റെ അടുത്ത വർഷത്തെ പ്ലാൻ ഫണ്ട് തരണം. അപ്പൊ തന്നു, എനിക്ക് ഫണ്ട് തന്നു. ഞാൻ പൊളിഞ്ഞ റോഡ് ചെയ്തു. ഈ തവണത്തെ പ്ലാൻ ഫണ്ട് വന്നപ്പോ എനിക്ക് കിട്ടിയ ഫണ്ട് മുഴുവൻ കൊടുത്തു. കിട്ടിയില്ലെന്ന് പറയരുത് കേട്ടോ, കുറച്ച് കിട്ടിയില്ലെന്ന് പറയരുത്. അപ്പം ആൾക്കാർ എന്റെ ഫണ്ട് ഞാൻ കൊടുത്തു പറഞ്ഞാൽ നാട്ടുകാർ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ആ പ്ലാൻ ഫണ്ട് മേടിച്ച് പുതിയ റോഡ് ഇവിടെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രതീഷ് ചുണ്ട ഉൾപ്പെടെ വികസന സെമിനാറിൽ ഈ റോഡിന്റെ വിഷയം വന്നു. അത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു, അത് അത്യാവശ്യമുള്ളതെന്ന് തീരുമാനിച്ചു. ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. ആ വാർഡ് മെമ്പർക്ക് കൊടുത്ത ഫണ്ടിനേക്കാൾ അപ്പുറത്ത് ഇത് 3-ാം വാർഡല്ലേ, മാഷോർത്തോട്ടോ കൺവീനറെ, ഇത് 3-ാം വാർഡല്ലേ? ഈ 3-ാം വാർഡായതുകൊണ്ട് 4 ലക്ഷം കൊടുക്കണമുണ്ടോ? വേറെ ഏതെങ്കിലും വാർഡിൽ കൊടുത്താൽ പോലും ഒന്നും ചിന്തിച്ചില്ല. ഇത് 3-ാം വാർഡൊന്നും മാത്രമല്ല, ഈ അംഗൻവാടി, ഇവിടെ വരുന്ന കുട്ടികൾ, ഇവിടെ നല്ല തുറന്ന സ്ഥലം, അവിടെ അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ശ്രദ്ധയുള്ളൂ. നിർബന്ധമായും അതിന്റെ സാങ്കേതികത്വമൊക്കെ ചർച്ച ചെയ്ത് ആ സാങ്കേതികത്വത്തിനകത്ത് നിന്നുകൊണ്ട് 4 ലക്ഷം രൂപ ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.